ഹേ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് ഡ്രൈവിലാണ്, അതായത് വീട്ടിലേക്ക് പോവാ, വേറെ എങ്ങോട്ടും അല്ല. അതായത് ഇന്നലെ നമുക്ക് ഇവൻ വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു ബൈക്ക് ഉണ്ട്, ഒരു കൊണ്ടിലിന്റെ GT ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ചെറിയ ആക്സിഡന്റ് പറ്റി. അളിയും ഭയങ്കര കെയർ ചെയ്തുകൊണ്ടാണ്, അതായത് ഭയങ്കര കാമുകി പോലെ നോക്കുന്നൊരു വണ്ടിയാണ്. ട്യൂൺഡ് ആണ് വണ്ടി, അതായത് കോണ്ടിനെന്റൽ GT. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സോസ്റ്റ് നോട്ട് തന്നെ. അപ്പം അത് ഇപ്പൊ ഈ ഉണ്ടായ ആക്സിഡന്റിൽ അതിന്റെ സൈലൻസറിന് ഒരു ഡാമേജ് പറ്റി. അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ അന്നേരം അത് ഓർഡർ ചെയ്ത് വരുത്തിക്കാനേ വേറെ വഴിയുള്ളായിരുന്നു. അപ്പൊ അളിയന് ഈ വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇവൻ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി വെളുപ്പിനെ വിട്ട് എറണാകുളത്ത്, അതായത് ഷോപ്പ് തുറക്കുമ്പോ തന്നെ ചെന്ന് സാധനം എടുത്തോണ്ടാണ്. പക്ഷെ അവിടെ നമുക്ക് പണി കിട്ടില്ല, സാധനം സ്റ്റോക്ക് ഇല്ലാതായിപ്പോയി. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് സാധനം അവിടെ നിന്ന് തന്നെ ഓർഡർ ആക്കി. നമ്മള് പേയ്മെന്റ് കഴിഞ്ഞില്ലേ, ഫുൾ പേയ്മെന്റ് കൊടുത്ത് ഇനിയിപ്പോ കൊറിയർ ചാർജിന്റെ ഉള്ളു. അതിപ്പോ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് GP ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ നമ്മള് വേണ്ട ഹൈവേ കൂടെ പോയില്ല, മൊത്തം ഇടങ്ങേറ് കുണ്ടും കുഴിയും, വണ്ടിയുടെ ചാറെടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോ MC റോഡാണ് പിടിച്ചേക്കുന്നത്. ഇപ്പൊ കാഞ്ഞിരമറ്റം കഴിഞ്ഞ് കോട്ടയത്തിന് വിട്ടോണ്ടിരിക്കും, 24 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഈവനിങ് നല്ലൊരു മഴക്കൂള് വരുന്ന തോന്നുന്ന ഒരു ചെറിയ മങ്ങലുണ്ട്. പക്ഷെ അടിപൊളി. എങ്ങനെയുണ്ട് ഡ്രൈവ്? എങ്ങനെയുണ്ട് MC റോഡിന്റെ ഒരു ട്രാഫിക് എങ്ങനെയുണ്ട്? അല്ല, ഈ ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയുണ്ട് മറ്റേ ഹൈവേ വെച്ച് നോക്കുമ്പോ? റാലി യുദ്ധവിരുദ്ധ റാലി. മറ്റേ ഇറാന്റെ പ്രശ്നത്തിന്റെ കേട്ടോ. നമ്മുടെ CPM-ന്റെ LDF-ന്റെ പ്രവർത്തകർ അവിടെ ഒരു ചെറിയ പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ട് പോവുക. നമ്മളിപ്പോ സ്ഥലം എവിടെയാണ് എത്തിയത്? നമ്മളിപ്പം കടുത്തുരുത്തി എത്തി. കടുത്തുരുത്തി ഇപ്പൊ ഇവിടുന്ന് കോട്ടയത്തിന് 24 കാണിക്കുന്നത്. അതിന് മുന്നേറ്റ് നമുക്ക്